ആന്ധ്രാപ്രദേശിൽ നിർമ്മാണത്തിലിരുന്ന YSRCP കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പൊളിച്ചു മാറ്റുന്നു. ചട്ടങ്ങൾ ലംഘിച്ചാണ് നിർമ്മാണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെട്ടിടം പൊളിച്ചത്. രാഷ്ട്രീയ വിരോധം മൂലമാണ് കെട്ടിടം പൊളിച്ചത് എന്ന് YSRCP ആരോപിച്ചു. വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഇത് ശരിക്കും എന്ത് കാരണം കൊണ്ടാണ് ഇത് പൊളിച്ചു നീക്കിയത്? രാഷ്ട്രീയ വിരോധമാണോ അതോ ചട്ടലംഘനമാണോ? ഇക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തതയുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ TDP സർക്കാർ വന്നതിന് പിന്നാലെ YSRCPക്കെതിരെ രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ അവർ ഉയർത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, YSRന്റെ പേരിലുള്ള മെഡിക്കൽ കോളേജ്, അതായത് മുൻപത് NT രാമറാവുവിൻ്റെ പേരിലായിരുന്നു. അതിൻ്റെ പേര് ഉടൻ തന്നെ മാറ്റി TDP പ്രവർത്തകർ വ്യാപകമായി എത്തി ആ ബോർഡെല്ലാം തല്ലിപ്പൊളിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സംഭവം എന്നാണ് YSRCP ആരോപിക്കുന്നത്. എന്നാൽ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഈ കെട്ടിടം തടയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്, അമരാവതിക്ക് സമീപമാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. ആ കെട്ടിടം നിയമം ലംഘിച്ചാണ് നിർമ്മിക്കുന്നത്. നിരവധി നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. CRDA ഇതെല്ലാം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5:30 ബുൾഡോസറുകളുമായൊക്കെ എത്തി വലിയ പോലീസ് സന്നാഹത്തോടുകൂടി ഈ കെട്ടിടം പൊളിച്ചു നീക്കിയത്. ഏറ്റവും കൗതുകരമായ കാര്യം, ഈ കെട്ടിടം പൊളിച്ചു നീക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ YSRCP ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, 2018 YS ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായ സമയത്ത് ചന്ദ്രബാബു നായിഡു തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ, അമരാവതിയെ സ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അനധികൃതമാണ് എന്ന് കാണിച്ചുകൊണ്ട് അവർ പൊളിച്ചു നോക്കിയിരുന്നു. ഏതായാലും ഈ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള പൊളിച്ചു നീക്കലുകളും പൊളിച്ചു മാറ്റലുകളൊക്കെ സാധാരണമാണ്. അതിൻ്റെ തുടർച്ചയെന്ന് തന്നെ വേണം ഇപ്പോൾ YSRCPയുടെ കേന്ദ്ര ആസ്ഥാനം, പുതിയ ആസ്ഥാനം പണിയുന്ന കെട്ടിടം ഇപ്പോൾ പൊളിച്ചു മാറ്റുന്നത്.